ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ചമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ചു പോയി. ഇനി ജോലിയൊന്നും ചെയ്തില്ലെങ്കിൽ അച്ചമ്മ നല്ല മുട്ടൻ പണി തരുമെന്ന് ശ്രുതിക്ക് മനസ്സിലായി. അപ്പൊ ശ്രുതിയാണെങ്കിൽ അച്ചമ്മയെ കാണിക്കാൻ വേണ്ടി ഇത് ജോലികളൊക്കെ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ രേവതിയും വരികയാണ്. അപ്പൊ രേവതി ശ്രുതി ആ പൂവ് എടുക്കാവോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പൂവ് എടുത്ത് തരാമല്ലോ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പൂവ് എടുത്ത് കൊടുക്കുകയാണ്. രേവതി പൂ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, പൂ കൊണ്ടുവന്ന മാത്രം മതിയോ ശ്രുതി? അത് കെട്ടാനുള്ള നാര് വേണ്ടേ? വാഴനാര്. ഓ ആണല്ലേ, വാഴനേര് വേണോ അല്ലേ? ആ വാഴനാര് എവിടെയാണ് ഇരിക്കുന്നത് രേവതി എന്ന് ചോദിച്ചപ്പോഴേക്കും അതും ഫ്രിഡ്ജിനകത്തുണ്ട്. അതും ഫ്രിഡ്ജിനകത്തുണ്ടോ? ആ ശരി, ഞാൻ ആ വാഴനാര് എടുത്തു തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി വെപ്രാളത്തോടു കൂടി തന്നെ ആ ഫ്രിഡ്ജ് തുറന്ന വാഴനാരങ്ങൾ എടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രവിക്കാണെങ്കിൽ ഇച്ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. ഏതായാലും അമ്മ മനസ്സിൽ വിചാരിച്ചത് രേവതി സാധ്യമാക്കി എടുക്കുകയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാ. രേവതി ദേ വാഴനാരും ഉണ്ട്, എങ്കിലേ ആ വാഴനാരും പൂവും ഒക്കെ അവിടെ വെച്ചേര്, ഇത് ഇനി കെട്ടാനുള്ളതാണ് എന്നവിടെ പറയാം. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും അയ്യോ രേവതി, ഞാനേ അച്ചമ്മയ്ക്ക് ഹോർലിക്സ് എടുത്തില്ല, ഞാൻ പോയി എടുത്തിട്ട് വരട്ടെ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി പരക്കമാഞ്ഞോടുകയാ. അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ പറയാ, ശ്രുതി അവിടെ നിന്നേ. എന്താ അച്ചമ്മേ, അച്ചമ്മയ്ക്ക് ഹോർലിക്സ് വേണ്ടേ? വേണ്ട, എനിക്ക് ഹോർലിക്സ് വേണ്ട. അയ്യോ അച്ചമ്മ, അതെന്താ ഹോർലിക്സ് വേണ്ടാത്തത്? അതെ മോളെ ശ്രുതി, എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എല്ലാ കാര്യങ്ങളും ഓടി ഓടി നടന്ന് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നുണ്ട് അച്ചമ്മേ. അച്ചമ്മ എന്നോട് പറഞ്ഞല്ലേ, അപ്പം പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാതിരിക്കാനായിട്ട് സാധിക്കും അച്ചമ്മേ. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നോക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. വർഷേ ശ്രീകാന്തേ ഇങ്ങോട്ട് വന്നേ എന്ന് പറയാ. അങ്ങനെ എന്താ അച്ചമ്മേ? ശ്രുതി ഇവിടെ നിൽക്ക്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഒപ്പം വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി മോളിലേക്ക് കയറി പോവാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് മനസ്സിലായി, അവർക്കിട്ടേ നല്ല മുട്ടം പണി കൊടുക്കാനായിരിക്കും. ഏതായാലും അച്ചമ്മക്ക് എന്നോട് സ്നേഹക്കുറവൊന്നുമില്ല. അച്ചമ്മക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ എന്നോട് ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത്. അവരെയും കൊണ്ട് മോളോട്ട് പോവുകയും ചെയ്തത്. നല്ല മുട്ടം പണി തന്നെയായിരിക്കും അവർക്ക് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഈ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ദാ വരുന്നു കുറേ തുണിയായിട്ട് ശ്രീകാന്ത് ഇറങ്ങി വരികയാണ്. വർഷയും അച്ചമ്മയും പിന്നാലെയും വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഇവരുടെ കയ്യിൽ നിറയെ തുണി ഉണ്ടല്ലോ കൊടുത്തു. അച്ചമ്മ ഇവർക്കിട്ട് തന്നെ നല്ല മുട്ടം പണി കൊടുത്തിട്ടുണ്ട്. ഇവരെ കൊണ്ട് തുണികളെല്ലാം കഴിയിക്കാനായിരിക്കും. അപ്പോൾ നമ്മുടെ ശ്രുതി പറയണം, അയ്യോ അച്ചമ്മേ, ശ്രീകാന്തിനെ കൊണ്ട് ഡ്രസ്സൊക്കെ കഴിയിപ്പിക്കാനായിട്ട് പോവാണ്. അയ്യോ അത് വേണ്ട അച്ചമ്മേ, വർഷയുടെ കയ്യിലേക്ക് കൊടുക്കുക, എന്നിട്ട് അവളോട് കഴുകാൻ പറ, അവളാണ് ഇതെല്ലാം കഴുകേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ ശ്രീകാന്തേ ആ ഡ്രസ്സൊക്കെ മുഴുവനെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുത്തേ. ശരി അച്ചമ്മേ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ആ ഡ്രസ്സ് മുഴുവനും ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അച്ചമ്മേ, എൻ്റെ കയ്യിലേക്ക് എന്നെ അച്ചമ്മേ? അതെ, ഈ ഡ്രസ്സുകൾ മുഴുവനും നീയാണ് അലക്കേണ്ടത്. ഞാൻ അലക്കണോ അല്ലേ? അതെ, നീ തന്നെ അലക്കണം. എങ്കിൽ പിന്നെ ശരി, ഞാൻ തന്നെ അലക്കിക്കോളാം. പക്ഷേ അച്ചമ്മ ഈ കാണിക്കുന്നത് വളരെ മോശമാണ് കേട്ടോ. അച്ചമ്മയല്ലേ പറയാറ് 3 മരുമക്കളും അച്ചമ്മയ്ക്ക് ഒരേപോലെയാണെന്ന്? എന്നിട്ട് അച്ചമ്മ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ അച്ചമ്മ. ഇവർ രണ്ടുപേരും ഒരു ജോലി ഇല്ലാതെ ഇവിടെ വെറുതെ കുത്തിരിക്കുന്നത് കണ്ടില്ലേ? എന്നിട്ട് അച്ചമ്മ ഒന്നും കൊടുക്കുന്നില്ലല്ലോ അച്ചമ്മ എന്നൊക്കെ ഇങ്ങനെ പറയാ. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു? രേവതിക്ക് കാലിന് തീരെ സുഖമില്ല. പിന്നെ വർഷ, അവൾക്ക് പറ്റാവുന്ന ജോലികളെല്ലാം വർഷ ചെയ്യുന്നുണ്ട്, ശ്രീകാന്തിനെ സഹായിക്കുന്നുണ്ട്. നീയാ ഇവിടെ ഒന്നും ചെയ്യാതെ വെറുതെ കുത്തിയിരിക്കുന്നത്. എന്താ നീ ഇങ്ങനെ കിടന്ന് ആക്ടിങ് കാണിക്കുമ്പോൾ അതെല്ലാം വിശ്വസിക്കോ ഞാൻ? അത്രയും മണ്ടിയാണോ ഞാൻ? എൻ്റെ പൊന്നു മോളെ ശ്രുതി, നീ എൻ്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കാൻ നിൽക്കരുത്. എനിക്ക് നിന്നെ ശരിക്കും മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് നീ ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ രേവതിക്കാണെങ്കിൽ ഇരുന്നു കൊണ്ട് പൂവട്ടാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പാടില്ലേ എന്നിങ്ങനെ പറഞ്ഞു തിരിഞ്ഞതിന് മുമ്പ് നമ്മൾ സച്ചി വരികയാണ്. അത് വേണ്ട ഏതായാലും. അച്ഛമ്മ വന്നോ? എനിക്ക് സന്തോഷമായി അച്ഛമ്മേ. അതിനു മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അതെ, രേവതിക്ക് കാല് വയ്യാത്തത് കൊണ്ടാണ് അവൾ എങ്ങനെ ഇരിക്കുന്നത്. കാല് നല്ല സുഖം ഉണ്ടായിരുന്നപ്പോഴേ അവള് ഈ കുടുംബത്തിലുള്ള എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. അപ്പോ പൗഡറേട്ടത്തെയും കെട്ടിയോനും കൂടി ഇവിടെ കിടന്ന് കൽപ്പിക്കുമായിരുന്നു. അതെടുത്തുണ്ട് വാ, ഇതെടുത്തുണ്ട് വാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൽപ്പിക്കില്ലായിരുന്നോ?
അപ്പോൾ രേവതി മറുത്തൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരികയും ചെയ്യും. അതുകൊണ്ട് ഇനി അവർ കുറച്ച് നാളത്തേക്ക് അവള് റെസ്റ്റ് എടുക്കട്ടെ. ഇനി പൗഡർ ഏട്ടത്തി ചെയ്താൽ മതി ഈ ജോലികൾ മുഴുവനും, കേട്ടല്ലോ എന്നിങ്ങനെ പറയാം. അപ്പോൾ എന്താണ് നമ്മുടെ രേവതിക്കും അതേപോലെ തന്നെ രവിക്കൊക്കെയാണെങ്കിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചീസ് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇതെല്ലാം കഴുകണം അല്ലേ? കഴുകണം, പോയി കഴുക ശ്രുതി എന്ന് അച്ഛമ്മ പറയാണ്. ശരി, എങ്കിൽ പിന്നെ ഞാൻ പോയി കഴുകാം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴുകാനായിട്ട് പോവാണ്. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ഇങ്ങനെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് രേവതി നീ ഇവിടെ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണോ? രേവതി, നിനക്ക് മരുന്ന് കഴിക്കാനുള്ള സമയമായിരുന്നു, നീ എനിക്ക് മരുന്ന് കഴിക്കണ്ടേ? അത് പിന്നെ സച്ചിയേട്ടാ ഇതെല്ലാം കെട്ടിത്തീർന്നിട്ട് കഴിച്ചാൽ പോരെ? പോരാ, മരുന്ന് പെട്ടെന്ന് തന്നെ കഴിക്കണം, അതൊന്നും ശരിയാവില്ല, നീ പൂവ് അവിടെ വെച്ചിണ്ടേ. അപ്പം അച്ഛമ്മ ദേ രേവതി, സച്ചി പറയുന്ന കേക്ക്, ഇപ്പോ നേഴ്സും ഡോക്ടറും ഒക്കെ അവനല്ലേ, അതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കണം. അതെ അച്ഛമ്മേ, ഇവളുടെ കാല് സുഖമാകുന്നത് വരെ ഇവളുടെ നേഴ്സും ഡോക്ടറും ഒക്കെ ഞാൻ തന്നെയാണ്, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് സച്ചി. അപ്പോൾ ഇവർക്കൊക്കെ രേവതിയോടുള്ള ആ സ്നേഹം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കും ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ്. അങ്ങനെ രേവതിയെ റൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചി അവിടെ നടന്ന സംഭവങ്ങളെല്ലാം മുഴുവൻ പറയുകയാണ്. ഞാനിന്ന് ആൻ്റണിയെ കണ്ടായിരുന്നു, അവിടെ ചെറിയ കശപിശകളൊക്കെ ഉണ്ടായേ. ആൻ്റണിയെ കണ്ട് കശപിശകൾ ഉണ്ടായിരുന്നു. എന്താ സച്ചിയേട്ടൻ പറയുന്നത്? അവനൊരു വല്ലാത്തവനാണ്. സച്ചിയേട്ടൻ എന്തിനാ അവൻ്റെ അടുത്ത് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയോട് സംസാരിക്കുകയാണ്. അതെ രേവതി, നിന്റെ ആക്സിഡൻറ്റ് പിന്നിലും അത് ഈ ആൻ്റണിയാണ്. അത് സച്ചിയേട്ടനോട് ആര് പറഞ്ഞു? എന്നോട് പറഞ്ഞ ദൈവമാണ്. ദൈവോ? അവൾക്ക് എങ്ങനെ മനസ്സിലായി? അത് പിന്നെ നിന്റെ അനിയനില്ലേ, അവന് സംശയമുണ്ട്. അവൻ ആൻ്റണിയോട് സംസാരിക്കുന്നത് ദേവ് കാണുകയുണ്ടായി. അതിനുശേഷം ഞാൻ അവനിട്ട് നല്ല പൊട്ടിയിട്ട് ഞാൻ പൊട്ടിച്ചു. പക്ഷേ അവൻ എന്നിട്ട് ഞാനല്ല അതൊന്നും ചെയ്തത് എന്നൊക്കെയാണ് അവൻ പറഞ്ഞവിടെ ഉണ്ടാക്കിയത്. എന്തിനാ സച്ചിയേട്ടാ വെറുതെ എന്തിനാണ് സച്ചിയുടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോയത്? അവൻ നിസ്സാരക്കാരനല്ല, അവൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങും. കൂടുതലായിട്ട് എന്നോട് സച്ചിയേട്ടനോടൊക്കെ വളരെയേറെ വാശിയുള്ള കൂട്ടത്തിലാണ്. അതെനിക്കറിയാലോ. പക്ഷേ എൻ്റെ ഭാര്യയെ തൊട്ട് കളിച്ച് അവനെ ഞാൻ വെറുതെ വിടണമെന്നാണ് രേവതി പറയുന്നത്. എനിക്കതിന് ഒരിക്കലും സാധിക്കാനായിട്ട് പോകുന്നില്ല. അവനിട്ട് ഞാൻ കൊടുക്കേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി പൊട്ടിച്ചിരുന്നെങ്കിൽ അവൻ്റെ വായം തന്നെ സത്യം വന്നാനായിരുന്നു. പക്ഷേ അതിനിടയിൽ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ സ്ത്രീ കയറി ഇടപെട്ടു. അതുകൊണ്ടാ അവനൊന്നും പറയാതെ പോയത്. പിന്നെ സ്ത്രീയാണല്ലോ, അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ കയറി ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നത്തിന് വഴിയൊരുക്കും. അത് കേസ് വേറെ വഴിക്ക് പോകുമെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പ്രശ്നത്തിന് പോകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്കാകെ പേടി തോന്നുകയാണ്. സച്ചിയേട്ടാ വേണ്ടായിരുന്നു സച്ചിയേട്ടാ, എനിക്കാകെ പേടി തോന്നുന്നു സച്ചിയേട്ടാ. സച്ചിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാണ് സച്ചിയേട്ടാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും രേവതി, നീ എന്തൊക്കെയാണ് പറയുന്നത് രേവതി? എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല എന്നും പറഞ്ഞാൽ അവനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ? ഇനി അവനത് ആവർത്തിച്ചാലോ? നിന്നെ വെറുതെ തട്ടിയിടാനല്ല അവൻ നോക്കിയത്, നിന്റെ ജീവൻ എടുക്കാനാണ് അവൻ നോക്കിയത്. അപ്പൊ പിന്നെ അങ്ങനെ സാധ്യമാവോ രേവതി? എനിക്ക് അങ്ങനെ വെറുതെ നോക്കി നിൽക്കാനായിട്ട് പറ്റില്ല. എൻ്റെ ജീവൻ്റെ ജീവനാണ് നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുമോ? സച്ചിയേട്ടാ ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. എൻ്റെ സച്ചിയേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനും ജീവനോടെ ഉണ്ടാവില്ല സച്ചിയേട്ടാ, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്ന് രേവതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുക. അപ്പൊ സച്ചി രേവതിയെ ചേർത്ത് പിടിച്ചിട്ട്, ഇല്ല രേവതി, അങ്ങനെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. പക്ഷേ എനിക്ക് അവനെതിരെ കേസ് കൊടുക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. സച്ചിയേട്ടൻ കേസ് കൊടുത്തു. പക്ഷേ വേറൊരു സംഭവം കൂടിയുണ്ട്. നിന്റെ അനിയനിനി അവൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പോവാതിരുന്നാൽ മതി. ഞാൻ ഇടപെടുന്ന സമയത്ത് അവനെങ്ങാനും ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് എന്താണെന്ന് ഞാൻ നോക്കില്ല, നല്ല പൊട്ടിയിൽ ഞാൻ പൊട്ടിക്കും. പിന്നെ നിന്റെ അനിയന് മോങ്ങിക്കൊണ്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല എന്നും അവിടെ ആൻ്റണി സച്ചി പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടിഞ്ഞപ്പോഴേക്ക് രേവതിക്കാണെങ്കിൽ വീണ്ടും വീണ്ടും ടെൻഷൻ ഇങ്ങനെ കൂടി വരികയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ആൻ്റണിയും ഈ സ്ത്രീയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കണം. അപ്പോൾ ഈ സ്ത്രീയുടെ കയ്യിലൊരു കെട്ടും അതേപോലെ തന്നെ നെറ്റിയിലൊരു മുറിവും ഒക്കെ ഉണ്ടാക്കി വെച്ച് അവരിങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നിരിക്കുകയാണ്. ഏതാ എന്ന കാര്യം വെച്ചാൽ സാർ, ഞാൻ ഒരു പരാതി തരാൻ വേണ്ടി വന്നതാണ് സാറേ. ആൻ്റണി, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് പിന്നെ സാറേ, ഞാനൊരു ധനകാര്യ സ്ഥാപനം നടത്തിക്കൊണ്ട് പോവുകയാണ്. ധനകാര്യ സ്ഥാപനം? എന്ത് ധനകാര്യ സ്ഥാപനം? അല്ല, പണം ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ പണം കൊടുക്കുക, അതാണ് എൻ്റെ പ്രശ്നം. അത് ശരി, പലിശക്ക് പണം കൊടുക്കുന്ന ഏർപ്പാട് എന്നങ്ങനെ താൻ പറഞ്ഞാൽ പോരേടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് പോലീസുകാരൻ. സാറേ, ഞങ്ങളിപ്പോഴും ഒരു പരാതി തരാൻ വേണ്ടി വന്നത്. പരാതിയോ? അതെ, ആ സച്ചിക്ക് നേരെ പരാതി തരാനായിട്ട്. അപ്പോൾ ആ സ്ത്രീ അവിടെ പറയുകയാണ്, സാറേ എൻ്റെ പേര് അഞ്ജന.
എനിക്ക് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ ആന്റണിയുടെ അടുത്ത് കുറച്ച് പണം ചോദിക്കാൻ വേണ്ടിയാണ്, കടം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത്. അപ്പോഴാണ് സച്ചി എന്ന് പറഞ്ഞ ഒരുത്തൻ അവിടെ കയറി പ്രശ്നം ഉണ്ടാക്കിയത്. നീ എൻ്റെ ഭാര്യയെ അപകടപ്പെടുത്തതല്ലേ, നീ എൻ്റെ ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചത് നീയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കരമായിട്ടും പ്രശ്നം ഉണ്ടാക്കി സച്ചി. അതിനിടയിൽ ഈ ആന്റണി പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ഞാനല്ല, എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. എന്നിട്ടും വിടാനായിട്ട് കൂട്ടാക്കിയില്ല. അതിനിടയിൽ ഞാൻ കയറി ഇടപെട്ടു സാറേ. അപ്പോൾ അവൻ എന്നെയും തല്ലി, അവൻ എന്നെ ഉന്തി തള്ളി താഴെ ഇട്ടു, അവനെ ഇങ്ങനെ ഉപദ്രവിച്ചു കണ്ടില്ലേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് കയ്യിലൊക്കെ ഇട്ട് നെറ്റിയിലൊക്കെ ഇട്ടൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പം ആന്റണി വീണ്ടും പറയാണ്, ഒരു സ്ത്രീയാണെന്ന് പോലും ഒരു പരിഗണന കൊടുക്കാതെ അവൻ എന്തെല്ലാം ദ്രോഹം ചെയ്തു. തള്ളിയിടുക മാത്രമല്ല, അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ചവിട്ടി ഈ അഞ്ജനെ ഒരുപാട് കരഞ്ഞു സാറേ. അവനെ വെറുതെ വിടരുത്, സ്ത്രീക്ക് നേരെയാണ് അവൻ കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല സാറേ. അവനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങളൊരു പരാതി സാറേ. പരാതി ഞങ്ങൾ എഴുതിക്കൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണേ. അപ്പോൾ ഡോക്ടർ സർട്ടിഫിക്കറ്റും ഉണ്ട്, അവിടെ നിന്ന് തന്നെ പരാതിയും ഞങ്ങൾ എഴുതിക്കൊണ്ട് വന്നു. കാരണം ഡോക്ടർ കാര്യങ്ങളെല്ലാം മനസ്സിലായി, പരാതിയും കൊണ്ട് ഇവിടുന്ന് പോയാൽ മതി എന്നാണ് ഞങ്ങളോട് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ പരാതിയും കൊണ്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പരാതി ഇവിടെ കാണിച്ചു കൊടുക്കുകയാണ് ഈ പോലീസുകാർക്ക്. അപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും പോലീസുകാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്, നിങ്ങൾ ചെല്ല്, ഞങ്ങളേതായാലും വേണ്ട വഴി നോക്കിക്കോളാം, ചെല്ല് നിങ്ങൾ. അങ്ങനെ ഇവർ രണ്ടുപേരും ഇറങ്ങിയപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷം. സച്ചിയെ കുടുക്കും, സച്ചി അഴിയണ്ണും എന്നാണ് നമ്മുടെ ഈ ആന്റണിയും അതേപോലെ തന്നെ ഈ ആന്റണിയുടെ കൂട്ടുകാരിയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ പിന്നീട് രാത്രിയാകാണ്. അപ്പോൾ രാത്രിയാകുന്ന ആ സമയത്ത് നമ്മുടെ അച്ചമ്മയെ കാണിക്കുകയാണ്. അപ്പോൾ അച്ചമ്മ ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കി ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുക. അതിൽ 3 പേരുണ്ട്. അതിൽ ഒരാൾ നമ്മുടെ അച്ചമ്മയാണേ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ സച്ചിക്ക് ഒരു കാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പോൾ സച്ചിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും അച്ചമ്മ ഫോട്ടോ ഒളിപ്പിച്ച് ബുക്കിൻ്റെ അടിയിലോട്ട് വെക്കുകയാണ്. എന്താ അച്ചമ്മ എന്താ ഉറങ്ങിയില്ലേ? ഇല്ല സച്ചി, എനിക്ക് ഉറക്കം വന്നില്ല, ഞാനിവിടെ കുറച്ചിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. നീ കിടന്ന് പോയി ഉറങ്ങിക്കോ, ഞാനിവിടെ ഇരുന്നോളാം. അതൊന്നുമല്ല. അച്ചമ്മ എന്താ ഒരു ഫോട്ടോ എടുത്ത് ഒളിപ്പിച്ച് വെച്ചത് ബുക്കിൻ്റെ അടിയിലേക്ക്? ഏത് ഫോട്ടോയാ അത്? ഇങ്ങനെ നോക്കിയേ. അതൊന്നുമല്ല, നീ അതൊന്നും അറിയണ്ട, അതറിയണമല്ലോ എന്ന് പറഞ്ഞ് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് ആ ബുക്ക് അങ്ങോട്ട് തട്ടിപ്പറിച്ച് അങ്ങോട്ട് മേടിച്ചെടുക്കുകയാണ് നമ്മുടെ സച്ചി. അതിനുശേഷം ആ ഫോട്ടോ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മേ, ഇത് അച്ചമ്മയല്ലേ? അതെ, ഞാൻ തന്നെയാണ്. അല്ല, ഇവർ രണ്ടുപേരും ആരാണ് അച്ചമ്മേ എന്ന് ചോദിക്കുകയാണ്. അതെൻ്റെ കൂട്ടുകാരാണ്. കൂട്ടുകാരോ? അത് ശരി, കൂട്ടുകാരുടെ ഫോട്ടോ നോക്കിയിരിക്കുകയായിരുന്നോ അച്ചമ്മ? അതെ, എൻ്റെ കൂട്ടുകാരുടെ ഫോട്ടോ നോക്കി നിൽക്കുകയായിരുന്നു. അല്ല, എന്താണാവോ പെട്ടെന്ന് ഈ പാതിരാത്രി ഫോട്ടോ നോക്കാനുള്ള കാരണം? അതൊന്നും നീ അറിയണ്ട സച്ചി. അല്ല, ഇവരുടെ പേരെന്താ? അങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുകയാണ്. ആഹാ, കൊള്ളാലോ ഇവരുടെ പേര്. എന്താ അച്ചമ്മേ? അച്ചമ്മ ഭയങ്കര സെൻറ്റിയാണല്ലോ. എടാ, എനിക്ക് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും ഒക്കെ ഞാൻ ഈ ഫോട്ടോ എടുത്ത് നോക്കും. സങ്കടം വരുമ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുത്ത് നോക്കിയാലേ ഇവരെന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. സന്തോഷം വരുമ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ഇവർ ചിരിക്കുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അത്രയ്ക്ക് നല്ല കൂട്ടുകാരായിരുന്നു. 6-7 ക്ലാസ് വരെ പഠിച്ചു. ആ സമയത്ത് ഞങ്ങൾ പിരിഞ്ഞു പോയതാ. ഇപ്പം 10-34 വർഷമായില്ലേ. അവരെവിടെയാണ് എന്താണ് ഒന്നൊന്നും അറിയില്ല. ഞാൻ അവരെ അന്വേഷിച്ച് പോയായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ അവരവിടെ നിന്ന് വീട് മാറി എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവരെക്കുറിച്ച് യാതൊരു അറിവില്ല മോനെ. എനിക്ക് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ ചങ്ക് കിടന്ന് പെടയാണ്. അച്ചമ്മേ, എന്താ അച്ചമ്മ ഇവരോട് ഇത്രയും ബന്ധമായത്? ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല സച്ചി. എനിക്കത് പറയാനായിട്ട് താല്പര്യമില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. അപ്പോൾ അച്ചമ്മയുടെ ആ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇത് വലിയൊരു സീരിയസ് മാറ്റർ ആണെന്ന് നമ്മുടെ സച്ചി മനസ്സിലാക്കുകയും ചെയ്യാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.